നമസ്കാരം. CMRL 103 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലായിരുന്നു ഈ മറുപടി. ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ടിലാണ് ഈ വിവരം അത്രയും ഉള്ളത്. CMRLൽ കണ്ടെത്തിയത് 103 കോടി രൂപയുടെ കൃത്രിമ ഇടപാടുകളാണ് എന്നോർക്കണം. വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ചു കാണിക്കുകയാണ് ചെയ്തത്. 2012 മുതൽ 2019 വരെയുള്ള കണക്കാണിത്. ക്രമക്കേടിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും വകുപ്പ് മറുപടി നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ 103 കോടി രൂപയുടെ ഇല്ലാത്ത ചെലവുകൾ CMRL കണക്കിൽ കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു. ചെളി നീക്കൽ, ഗതാഗത ചെലവുകൾ എന്നീ ഇനങ്ങളിലാണ് ഇത്രയും തുക എഴുതി ചേർത്തിട്ടുള്ളത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം മാത്രമാണ് SFIO നടത്തുന്നതെന്നും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്ന കാര്യം അന്വേഷണത്തിന് ശേഷമേ തീരുമാനിക്കൂവെന്നും ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻട്രീം സെറ്റിൽമെന്റ് കമ്മീഷനിൽ നടന്ന നടപടികളുമായി SFIO അന്വേഷണത്തിന് ബന്ധമില്ല. SFIO നടത്തുന്ന അന്വേഷണം സ്വതന്ത്രമാണെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സ്ഥാപനത്തിലും റെയ്ഡ് നടന്നിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് SFIOയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചില രേഖകളും വിവരങ്ങളും അധികമായി ആവശ്യപ്പെട്ട് CMRL നോട്ടീസ് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദത്തിന് പിന്നാലെ കർത്തയ്ക്ക് കഷ്ടകാലം തുടരുകയാണ്. മാൻഡ്രേക്ക് ഇഫക്റ്റിൽ സാക്ഷാൽ കരിമണൽ കമ്പനി ഉടമ ശശിധരൻ കർത്തയെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യൻ എവിടെ കാലുകുത്തിയാലും അവിടം നശിയും എന്നൊരു ചീത്തപ്പേര് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളും ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് മുഖ്യൻ വിദേശയാത്രയുടെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയപ്പോൾ പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും 50ഓളം പേർ മരിച്ചതായി റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്തായാലും ശശിധരൻ കർത്തയുമായുള്ള ഇടപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കണ്ടകശനി എത്തിയത് ഇപ്പോഴാണെന്ന് മാത്രമേ പറയാനാകൂ. കർത്തയുടെ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് 2023-24 സാമ്പത്തിക വർഷത്തെ അവസാന പാദമായ ജനുവരി മാർച്ചിൽ രേഖപ്പെടുത്തിയത് 6.92 കോടിയുടെ നഷ്ടമാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ജനുവരി മാർച്ച് മാസങ്ങളിൽ 12.99 കോടി ലാഭം കർത്തയുടെ കമ്പനിക്ക് ലഭിച്ചിരുന്നു. 2022-23 കമ്പനിയുടെ ലാഭം 56.42 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത് 2023-24 8.59 കോടിയായി താഴ്ന്നു. കർത്തയുടെ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചതും. 1.56% നഷ്ടത്തിൽ 296 രൂപയിലായിരുന്നു അന്ന് ഓഹരി ഉണ്ടായിരുന്നത്. നിക്ഷേപകർക്ക് 13% നഷ്ടമാണ് കർത്തയുടെ ഓഹരിയിൽ ഉണ്ടായത്. എന്തായാലും ഇവ രണ്ടും തന്നെ കർത്തക്കേറ്റ കനത്ത പ്രഹരമാണ്. പിണറായി എവിടെ കാലുകുത്തിയാലും അവിടെ നശിയും എന്നുള്ളൊരു ചൊല്ല് മേൽ പറഞ്ഞല്ലോ. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കർത്തയുടെ കാര്യങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കർത്തയ്ക്കും ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. കർത്ത ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്നതും കണ്ടറിയേണ്ടതാണ്. പിണറായി ഇതിൽ ഇടപെടുമോ, കർത്തയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.